ഇത്തവണത്തെ ഏറ്റവും ശക്തമായ ത്രികോണ മത്സരം നടക്കുന്ന മണ്ഡലങ്ങളിൽ ഒന്നുകൂടിയാണ് വട്ടിയൂർക്കാവ്. എന്തുകൊണ്ട് അവിടെ എത്രമാത്രം ശക്തമായ മത്സരം നടക്കുന്നു എന്ന് ചോദിച്ചാൽ അതിന് ചരിത്രം പരിശോധിക്കേണ്ടി വരും. ഓരോ കഴിഞ്ഞകാല തെരഞ്ഞെടുപ്പുകളിലും ആ രീതിയിലുള്ള ശക്തമായ മത്സരം, മാറിമറിയുന്ന വോട്ട് ഷെയർ, ഇതെല്ലാം തന്നെ നമ്മൾ കണ്ടതാണ്. ഒന്നുകൂടി വിശദമായി നമുക്ക് പരിശോധിക്കാം എന്താണ് കഴിഞ്ഞ കാലങ്ങളിൽ അവിടെ വട്ടിയൂർക്കാവിൽ സംഭവിച്ചത് എന്നുള്ളത്. 2011 നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഫലം എന്തായിരുന്നു എന്ന് നമുക്ക് വിശദമായി പരിശോധിക്കാം. കെ മുരളീധരൻ UDF സ്ഥാനാർത്ഥിയായി എന്ന് അവിടെ മത്സരിച്ച് ജയിച്ചതാണ്. 56,531 വോട്ടാണ് അന്ന് കെ മുരളീധരൻ അവിടെ UDF നേടിയത്. ചെറിയാൻ ഫിലിപ്പായിരുന്നു അന്ന് LDF സ്ഥാനാർത്ഥി. അന്ന് 40,364 വോട്ടാണ് അന്ന് ചെറിയാൻ ഫിലിപ്പ് LDF നേടിയത്. വി രാജേഷ് ആയിരുന്നു, ഇന്നത്തെ കോർപ്പറേഷൻ മേയർ കൂടിയാണ് വി രാജേഷ്. അന്ന് നേടിയ വോട്ടുകളുടെ എണ്ണം നോക്കുക, 13,494 വോട്ടാണ് അന്ന് വി രാജേഷ് അവിടെ നേടിയത്. 16,167 എന്ന് പറയുന്ന ഭൂരിപക്ഷമാണ് അന്ന് അവിടെ UDF കെ മുരളീധരൻ ഉണ്ടായത് എന്നുകൂടി നോക്കുക. ഈ കണക്കുകൾ സുപ്രധാനമാണ്. ഈ കണക്കുകൾ അടുത്ത വർഷങ്ങളിൽ മാറി മറിയുന്നത് ഏത് രീതിയിലാണ് എന്നുകൂടി നമ്മൾ നോക്കേണ്ടതുണ്ട്. 2016 നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഇതേപോലെ UDF മത്സരിക്കുന്നത് അന്ന് കെ മുരളീധരൻ തന്നെയാണ്. അന്ന് വിജയമുണ്ടായി. ആ വോട്ട് നിലയിൽ എന്ത് മാറ്റമാണ് വന്നത് എന്ന് നോക്കാം. കെ മുരളീധരൻ അന്ന് നേടിയത് 51,322 വോട്ടാണ് എന്നിവിടെ കാണാം. കുമ്മനം രാജശേഖരനാണ് അന്ന് NDയുടെ സ്ഥാനാർത്ഥിയായി അവിടെ മത്സരിച്ചത്. 43,700 വോട്ട്. 43,700 എന്ന് പറയുമ്പോൾ കഴിഞ്ഞ 2011 സംഭവിച്ചതിനേക്കാൾ വലിയ വോട്ട് അവിടെ ഉണ്ടാക്കാൻ NDAക്ക് അല്ലെങ്കിൽ BJP സ്ഥാനാർത്ഥി കഴിഞ്ഞു എന്നുള്ളത് ഒരു വസ്തുതയാണ്. ഇനി TN സീമയിലേക്ക് വന്നു കഴിഞ്ഞാൽ LDF മത്സരിച്ച TN സീമ അന്ന് 3ാം സ്ഥാനത്തേക്ക് മാറുന്നു എന്നൊരു പ്രത്യേകതയുണ്ട്. 40,441 വോട്ടാണെന്ന് TN സീമ നേടിയത്. നോക്കുക, ഭൂരിപക്ഷം 7,622 കുറഞ്ഞിട്ടുണ്ട്. അതായത് കെ മുരളീധരന്റെ ഭൂരിപക്ഷം 7,622 വോട്ടായി അവിടെ 2016 കുറയുന്നു. ആ വോട്ടുകൾ എങ്ങോട്ടാണ് മാറിയത് എന്ന് സുപ്രധാനമായ ഒരു ചോദ്യമാണ്. ഈ 2019 നിയമസഭാ ഉപതെരഞ്ഞെടുപ്പ്, അവിടെയാണ് ഒരു അട്ടിമറി വിജയം സംഭവിക്കുന്നത്. VK പ്രശാന്ത് LDF സ്ഥാനാർത്ഥിയായി വരുന്നു. 54,830 വോട്ടാണ് അന്ന് VK പ്രശാന്ത് LDF നേടിയത്. കെ മോഹൻകുമാർ ആയിരുന്നു UDF സ്ഥാനാർത്ഥി. 40,365 വോട്ട് അന്ന് UDF അടിച്ചെടുക്കുന്നു. S സുരേഷ് NDAക്ക് വേണ്ടി മത്സരിച്ചെങ്കിലും 27,453 വോട്ട് മാത്രമാണ് അന്ന് S സുരേഷ് നേടിയത്. അവിടെ ഭൂരിപക്ഷം VK പ്രശാന്ത് ഉണ്ടായത് 14,465 വോട്ടാണ്. അതായത് മാറി മറിയുന്നു അവിടുത്തെ വോട്ട് നില എന്നുള്ളത് വ്യക്തമാണ്. 1ാം സ്ഥാനത്ത് മാത്രമല്ല 2ഉം 3ഉം സ്ഥാനങ്ങൾ മാറി മറിയുന്നു എന്ന പ്രത്യേകതയുള്ള ഒരേ ഒരു മണ്ഡലം ഒരുപക്ഷെ വട്ടിയൂർക്കാവാണ് എന്ന് നമുക്ക് പറയേണ്ടിയിരിക്കുന്നു. 2021 എന്ത് സംഭവിച്ചു എന്നുകൂടി നോക്കാം. VK പ്രശാന്ത് വീണ്ടും LDF മത്സരിക്കുന്നു. 61,111 വോട്ടാണ് അന്ന് VK പ്രശാന്ത് നേടുന്നത്. വോട്ട് നില കൂട്ടുന്നു. വി രാജേഷ് NDAക്ക് വേണ്ടി മത്സരിച്ച് 2ാം സ്ഥാനത്തേക്ക് വരുന്നു. 39,596 വോട്ട് രാജേഷ് നേടുന്നു. വീണ S നായർ അന്ന് അവിടെ UDF സ്ഥാനാർത്ഥി വരുന്നു വട്ടിയൂർക്കാവിൽ. 30,655 വോട്ട് മാത്രം നേടി അവർ 3ാം സ്ഥാനത്തേക്ക് പോകുന്നു. UDF എന്നുള്ളതാണ് നമ്മൾ കാണാൻ കഴിഞ്ഞത്. 21,515 വോട്ടിന്റെ ഭൂരിപക്ഷമായി VK പ്രശാന്ത് ഭൂരിപക്ഷം ഉയർത്തിയ മണ്ഡലമാണ് 2021 വട്ടിയൂർക്കാവ് എന്നുകൂടി അറിയുക. അപ്പോൾ ഇങ്ങനെ മാറി മറിയുന്ന വോട്ട് ഷെയറും വോട്ട് നിലയും ഉള്ളതുകൊണ്ട് തന്നെ ഇത്തവണത്തെ മത്സരം കടുക്കും അവിടെ. അതുകൊണ്ട് ആരായിരിക്കും അവിടെ രക്ഷ നേടുകയും വിജയത്തിലേക്ക് എത്തുക എന്നത് അറിയാനുള്ള ആകാംക്ഷ ബലപ്പെട്ടു വരികയാണ്. ഇനി നമുക്കറിയാം കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിലെ വോട്ട് ഷെയർ അത് ഏത് രീതിയിലാണ് അതിന്റെ പെർസെന്റേജ് വന്നത് എന്നുകൂടി നോക്കുമ്പോഴാണ് അതെങ്ങനെ എങ്ങോട്ട് മാറി മറിഞ്ഞു എന്ന് നമുക്ക് മനസ്സിലാകുക. ഈ പട്ടിക വളരെ കൃത്യമായി അത് മനസ്സിലാക്കി തരും. നോക്കുക, 2011 കെ മുരളീധരൻ 50.19% വോട്ട് ഗ്രാബ് ചെയ്തെങ്കിൽ ചെറിയാൻ ഫിലിപ്പ് LDF സ്ഥാനാർത്ഥി 35.84% വോട്ട് നേടുന്നു. വി രാജേഷ് അന്ന് NDA സ്ഥാനാർത്ഥിയായിരുന്നു. 11.98 വോട്ട് ഷെയർ മാത്രമാണ് അവിടെ രാജേഷ് നേടാൻ കഴിഞ്ഞത്. 2016 വരുമ്പോൾ അത് മാറുന്നുണ്ട്. കെ മുരളീധരന് 37.81% വോട്ട് ഷെയർ ലഭിക്കുന്നു. കുമ്മനം രാജശേഖരന് 32.19% വോട്ട് ഷെയർ ലഭിക്കുമ്പോൾ TN സീമയ്ക്ക് 29.79% മാത്രമാണ് വോട്ട് ഷെയർ ഉള്ളത്. 2021 കണക്കുകൾ കൂടി നമ്മുടെ മുന്നിലുണ്ട്. അത് നോക്കുക, VK പ്രശാന്തിന് 44.4% വോട്ട് ഷെയർ വന്നപ്പോൾ വി രാജേഷ് 28.77% വോട്ട് ഷെയർ. വീണ S നായർ UDF സ്ഥാനാർത്ഥി 25.78%
വോട്ട് ഷെയർ കരസ്ഥമാക്കുന്നു. അപ്പോൾ ഈ വോട്ടിംഗിൽ അല്ലെങ്കിൽ വോട്ട് പാറ്റേണിൽ വന്നിരിക്കുന്ന വ്യത്യാസങ്ങൾ അത് ആർക്ക് അനുകൂലമായി ഇത്തവണ മാറും എന്നത് സുപ്രധാനമാണ്. ഒരു ഗസ്സിങ്ങും നടത്താൻ സാധിക്കാത്ത മണ്ഡലമായി അതുകൊണ്ട് തന്നെ വട്ടിയൂർക്കാവ് മാറുന്നുണ്ട്. അവിടുത്തെ ജനങ്ങൾ ഏത് രീതിയിൽ ചിന്തിക്കുന്നു എന്നുള്ളത് ഒരു രീതിയിലും പ്രിഡിക്റ്റ് ചെയ്യാൻ നിലവിൽ കഴിയുന്നില്ല എന്നതാണ് വസ്തുത. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.